അമ്മയുടെ ആറ്റിറ്റ്യൂഡ് എന്താ? അച്ഛന്റെ മനസ്സിൽ അമ്മയില്ലാന്ന് അറിഞ്ഞപ്പോ മുതൽ അമ്മയുടെ മനസ്സിൽ നിന്നും അച്ഛനില്ലാതായി. അപ്പോ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല, അതുറപ്പ്. അല്ല, ഹമീദങ്ങള് സഹായിക്കോ? ഞാൻ കണ്ടിരുന്നു. പക്ഷേ അമ്മയ്ക്ക് താല്പര്യമില്ലാത്ത കാര്യമായതുകൊണ്ട് അങ്കിളെ സഹായിക്കാൻ വഴിയില്ല. അവരാരും സഹായിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് കണ്ടെത്താം. അതിന് കൊച്ചിയിൽ എവിടെ ഉണ്ടെന്നല്ലാതെ മറ്റൊന്നും നമുക്കറിയില്ലല്ലോ. കൊച്ചി ആയതുകൊണ്ട് തന്നെയാ ഞാൻ ഇത്ര ഉറപ്പ് തരുന്നേ. ഞാൻ ജനിച്ചു വളർന്ന നാടാ, എനിക്ക് ഹോപ്പുണ്ട്. ആദ്യം നമുക്ക് എന്റെ ഡാഡിയുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. പിന്നെ എനിക്കൊരു കസിനുണ്ട്, മനുവേട്ടൻ, ജേർണലിസ്റ്റാ. നിന്റെ അച്ഛനൊരു ഫേമസ് റൈറ്റർ ആയതുകൊണ്ട് മനുവേട്ടന് എന്തെങ്കിലും ഒരു സൂചന കിട്ടാതിരിക്കില്ല. ഇത്രയും ദൂരത്തേക്ക് എന്ത് പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങും ഞാൻ? അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. ആദ്യം ഞാൻ മനുവേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. എന്തായാലും നിന്റെ അച്ഛനെ കണ്ടെത്താൻ നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നു. അല്ല, നിങ്ങൾ ഇവിടെ കയറി ഇരിക്കുകയാണോ? എനിക്ക് ഗേറ്റ് അടയ്ക്കാനുള്ളതാ. പോകുന്നില്ലേ? എന്താ, ഇന്ന് പഠിക്കാനൊന്നുമില്ലേ? അമ്മേ, നാളെ ഞാൻ ദിയയുടെ വീട്ടിലോട്ടൊന്ന് പോയിക്കോട്ടെ? എവിടെ? കൊച്ചിയില്. വേണ്ട, അത്ര ദൂരത്തേക്കൊന്നും പോകണ്ട. കുറെ കാലമായി ദിയ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്രാവശ്യം അവള് പോകുമ്പോ കൂടെ ചെല്ലാന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നിന്നോടല്ലേ പറഞ്ഞത് പോകണ്ടാന്ന്? ഞാൻ പോവും. അധികം വളച്ചു കിട്ടണമെന്നില്ല. നീ പോകുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. നിന്റെ അച്ഛനെ തേടിയാവും ഈ യാത്ര. അതെ, അമ്മ ഉദ്ദേശിച്ചത് തന്നെ. എന്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ തന്നെയാ ഞാൻ പോകുന്നത്. അതിലെന്താ എത്ര തെറ്റ്? ഇത്രയും കാലം അമ്മ പറഞ്ഞു തന്നത് മുഴുവൻ ഞാൻ കേട്ടില്ലേ? ഈ ഒരു കാര്യം മാത്രം അമ്മയ്ക്ക് സമ്മതിച്ചു തന്നല്ല എന്താ? അമ്മയ്ക്ക് എപ്പോഴും അമ്മയുടെ കാര്യം മാത്രമായിരുന്നു വലുത്. അതെ, മോള് പറഞ്ഞതാ ശരി. അമ്മയ്ക്കെന്നും അമ്മയുടെ കാര്യം മാത്രമായിരുന്നു വലുത്. അതുകൊണ്ടാ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോയാള് തിരിച്ചു വരാൻ വേണ്ടി ഭഗവാന്റെ മുൻപിൽ തിരികൊളുത്തി നെഞ്ചുരുക്കി കാത്തിരുന്നത്. സ്വന്തം ഇഷ്ടം നോക്കിയതുകൊണ്ട് തന്നെയാ പ്രാർത്ഥനയുടെ മാത്രം പിൻബലത്തിൽ 10-15 വർഷം ഒരു കുഞ്ഞിനെ വളർത്തി വലുതാക്കിയത്. നിനക്ക് നിന്റെ കാര്യങ്ങൾ നോക്കാനുള്ള സമയമായെന്ന് തോന്നുന്നെങ്കിൽ അമ്മയുടെ ഇഷ്ടം മാത്രം നോക്കിയതുപോലെ നിനക്ക് നിന്റെ ഇഷ്ടങ്ങൾ നോക്കി പോകാം.
പോവാന്ന് പറഞ്ഞപ്പോ അത് ഇത്രയും പെട്ടെന്നാവുന്ന അമ്മാമ്മ വിചാരിച്ചില്ല. കാര്യങ്ങളൊക്കെ അമ്മാമ്മയ്ക്ക് അറിയാലോ. എത്രയും പെട്ടെന്ന് തന്നെ മാറുന്ന നല്ലതെന്ന് തോന്നി. ദാ ഇത് കൂടെ നിങ്ങൾ അതിൽ വെച്ചോ. ഇനി ഇത് നിങ്ങളാ സൂക്ഷിക്കേണ്ടത്. അമ്മാമ്മ കൂടി ഞങ്ങളോടൊപ്പം വരുമെന്നാ ഞാൻ കരുതിയത്. നിങ്ങളുടെ കൂടെ പോരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഞാനിവിടുന്ന് പോയാ എന്റെ സൈമൻ കോശി ഒറ്റയ്ക്കാവില്ലേ? അതുകൊണ്ട് അമ്മാവമ്മ എവിടേക്കുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ വരണം. എന്താ അമ്മാമ്മ ഇത്? ഇത്രയും ദൂരത്ത് നിന്ന് ഞങ്ങൾ അമ്മാമ്മയെ കാണാൻ ഇങ്ങോട്ട് വന്നില്ലേ? ഇപ്പൊ ഞങ്ങൾ പോകുന്നത് അധികം ദൂരത്തേക്കെങ്ങും അല്ലല്ലോ. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് റോസമ്മയുടെ മകൾക്ക് വേണ്ടിയ. ഇനി റോസമ്മയുടെ പേരക്കുട്ടിയെ കൂടി ഞാൻ കാത്തിരിക്കും. എപ്പോഴാ സമയം എന്ന് വെച്ചാ ഇറങ്ങിക്കൊള്ളൂ. എന്നോട് യാത്ര പറയാൻ നിൽക്കണ്ട. നിങ്ങൾ പോകുന്നത് കാണാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ടാ. ദേ എല്ലാവരും പോയി ദിയ. ഇനി ലേറ്റായ എൻ്റെ ബസ് പോവും. ഞാൻ പൊക്കോട്ടെ. കവിത പ്ലീസ്, ഒരു 5 മിനിറ്റ് കൂടി. ജയന്തി ഇപ്പൊ എത്തും. ഇനിയും വൈകി എൻ്റെ ത്രൂ ബസ് പോവും, അതുകൊണ്ടാ. എന്നാ ശരി, തിങ്കളാഴ്ച കാണാം. ഉം. എത്ര നേരമായി ജയന്തി? ഇനി അവിടെ എത്തുമ്പോ സമയം എത്രയാവും? നീ എന്താ ഡ്രസ്സൊന്നും എടുത്തില്ലേ? ഞാൻ വരുന്നില്ല ദിയ, നീ പൊയ്ക്കോ. നീ എന്താ ഈ പറയുന്നത്? അപ്പോ നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെയോ? കൂടുതലൊന്നും നീ എന്നോട് ചോദിക്കരുത് പ്ലീസ്. വാ, ബസ് സ്റ്റോപ്പ് വരെ ഞാനും വരാം. വാ. നീ ഡാഡിയോട് പറഞ്ഞ് എന്റെ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് അന്വേഷിക്കണം. ശരി.
വീട്ടിലെത്തിയിട്ട് ഞാൻ വിളിക്കാം. ദിയ, എവിടെയെങ്കിലും വച്ച് നീ എന്റെ അച്ഛനെ കാണുകയാണെങ്കിൽ ഇങ്ങനൊരു മോളുള്ള കാര്യം പറയരുത്. ഉം. ഗീത എന്നെ അന്വേഷിച്ചെന്ന് ലൈല പറഞ്ഞു. എന്താ വിശേഷിച്ച്? അത് ജയന്തി മോൾ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ പേടി തോന്നുക അമിതക്ക. അവൾ ഇപ്പോഴും പറയുന്നത് കൊച്ചിയിൽ പോകുന്നു തന്നെയാ. അവളെ കുറ്റം പറയാൻ ഒക്കൂ ഗീതേ. അവളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോൾ അതാ ശരിയെന്ന് തോന്നും. അവളെ തെറ്റു പറയുകയല്ല, അവളുടെ വിഷമം മനസ്സിലാക്കുകയല്ല. ഇക്കയ്ക്കറിയാലോ, ഒരു ദിവസം പോലും അവളെ പിരിഞ്ഞിരുന്നിട്ടില്ല ഞാൻ. അവള് കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. പോകുന്നത് അവളുടെ കൂട്ടുകാരുടെ ഒപ്പമല്ലേ? അതിന് അവളുടെ അച്ഛൻ അറിയില്ലല്ലോ ഇങ്ങനൊരു മോളുള്ള വിവരം. അതൊന്നും പറയാൻ ഭഗവാൻ എന്നെ അനുവദിച്ചില്ല. ഇതൊക്കെ എന്റെ മോളെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുക? ചിലപ്പോഴൊക്കെ ജീവിതം അങ്ങനെ തന്നെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും കാലം ഒരുപാട് കടന്നു പോയിട്ടുണ്ടാവും. അവൾക്ക് ശരിയെന്ന് തോന്നുന്നു ചെയ്യാൻ അവളെ വിടുകയല്ലേ നല്ലത്. ഇല്ല അമിതക, അവളെ ഈ അവസ്ഥയിൽ അവളുടെ അച്ഛനെ കാണാൻ അനുവദിച്ചൂടാ. അങ്ങനെ കണ്ട 15 വർഷം ഞാൻ കുടിച്ച കണ്ണീരിന് ഒരർത്ഥവും ഇല്ലാതായി പോവും. ഗീത ഒന്ന് മനസ്സിലാക്കണം. അച്ഛനെക്കുറിച്ച് കടങ്കഥകൾ പറഞ്ഞ് ഉറക്കാനാവുന്ന പ്രായമല്ല അവളുടേത്. 15 വയസ്സായി. ഗീതയുടെ ഈ തീരുമാനം ഒരുപക്ഷെ അവളെ ഗീതയിൽ നിന്ന് അകറ്റിയേക്കാം. സാധനങ്ങളൊക്കെ പൊട്ടാതെ തന്നെ ഇങ്ങ് എത്തിക്കാണോ എന്തോ. ഒരു പെട്ടി ഓട്ടോയിൽ കൊള്ളാവുന്ന സാധനങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. നമുക്കിതീ കയറ്റി കൊണ്ടുവരായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച വന്ന് കണ്ടതിനേക്കാൾ ഭംഗി വെച്ചതുപോലെ വീടിന് അല്ലേ? സ്വന്തം ആവുമ്പോ സൗന്ദര്യം കൂടും. സ്വന്തം അല്ലല്ലോ, വാടകയ്ക്കല്ലേ. സ്വന്തമാക്കണോ? നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കളയാം. വീട് വാങ്ങിച്ചൊരു സാധനം ഫ്രീ കിട്ടും, ഒരു ബോണസ്.
അതെന്ത് സാധന? എൽദോ. എന്താ എൽദോയോ? ആ, ഒരു കാര്യസ്ഥൻ. നീ കണ്ടിട്ടില്ലല്ലോ, ഒരു കഥാപാത്രമാണ്. ഈ സ്ഥലത്ത് മുമ്പൊരു നാലുകെട്ടായിരുന്നു, ഒരു വലിയ തറവാട്. അന്നേ ഇവിടെ ഉള്ള കക്ഷിയാ. നാലുകെട്ട് തടി ഇവിടെ ഒരു സമ്മർ ഹൗസ് ആക്കിയപ്പോൾ ഈ മനുഷ്യൻ മാത്രം ശേഷിച്ചു, ഒരു റെലിക്. ആരാ ആ, ആരാന്ന്? ഇത് ഞങ്ങളാ ചേട്ടാ, ഈ വീട്ടിൽ പുതുതായിട്ട് താമസിക്കാൻ വന്നവര്. നമ്മൾ മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു? ആണോ? പിന്നെ കണ്ടായിരുന്നോ? ഓ, ഇതൊക്കെ ആര് ഓർത്തു വെക്കാനാ? എനിക്കിവിടെ 100 കൂട്ടം പണികളാ. അല്ല, ഈ പെങ്കൊച്ചാരാ? എന്റെ ഭാര്യ നാദിറ. ഭാര്യയോ? ഉം. നിങ്ങൾ തമ്മിൽ എന്നാ പ്രായ വ്യത്യാസം വരും? സുമാർ ഒരു 50 വർഷം. അപ്പൊ സാറിന് എന്നാ പ്രായം വരും? 65. 65 50 പോയിട്ട് 15. അപ്പൊ ഈ കൊച്ചിന് 15 വയസ്സോ? ആ, ഈ മേടത്തിൽ 15 തികയല്ലയോ? ഏകദേശം. ആ, എന്നാ പോകില്ലെങ്കിലും ആവട്ടെ. ഈ വീട്ടിൽ ഇതൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത് വിട്ട് കേട്ടാ, നമുക്കിപ്പോ ഒരു ചായ കിട്ടാൻ എന്താ വഴി? വന്ന വഴിയിൽ ഒരു ഫർലാങ് പുറകോട്ട് പോയാൽ നമ്മുടെ രൈരു നായരുടെ ചായക്കടയുണ്ട്. നല്ല രസികൻ ചായ കിട്ടും. ഇവിടെ പാലും തേയിലും ഒന്നും ഇരിപ്പില്ല. അല്ല, ഒന്നും ഇല്ലാതെയാണോ ഇങ്ങോട്ട് കയറി വന്നത്? ദാ, എന്താ വേണ്ടെന്ന് വെച്ചാൽ ചേട്ടൻ വാങ്ങിക്കേ, ബാക്കി വെച്ചോ. അതിനകത്തിനാ ബാക്കി വെക്കുന്നത്? എനിക്ക് ശമ്പളം തരുന്നതേ മാത്തുക്കുട്ടിച്ചായന. ഈ വക ഓശാരമൊന്നും എനിക്ക് വേണ്ട. പിന്നെ ഈ ചേട്ടാന്നുള്ള വിളി വേണ്ട സാർ. ഞാൻ വേലക്കാരന്, ബഹുമാനിക്കണ്ട, ഉപദ്രവിക്കാതിരുന്നാ മതി. എൽദോ എന്നാ എൻ്റെ പേര്. അയ്യോ. എൽദോ അങ്ങനെ വിളിച്ചാ മതി. ഓ ശരി. എന്താ ക്യാരക്ടർ? എങ്ങനെയുണ്ട് അവതാരം? ബട്ട് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഈ പോക്ക് പോയാൽ ജെഡിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കെട്ടാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. ഏയ്, അങ്ങനൊന്നും. സ്പെസിമെൻ. കം, വലത് കാല് വെച്ച്. സോറി.